ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. വൈശാഖമാഹാത്മ്യം കിളിപ്പാട്ട് ദശമാധ്യായം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. കേൾക്കണമെനിക്കിനി പാപനാശനങ്ങളം ചൊൽക്കണ്ട വ്രതദാന കർമ്മഭേദങ്ങളെല്ലാം കേൾക്കണമെങ്കിൽ പുരാം രമയോടംബുജാക്ഷൻ വാട്ടമെന്നിയേയരോൾ ചെയ്തു കേട്ടതു ചൊല്ലാം. ശ്രാവണേ ശുക്ലദ്വിതീയ ആദിയായി തുടങ്ങേണം ഹവിസോ തന്നെ ഭുജിച്ചിടാവോ സംവത്സരം. ചതുർത്ഥ മാസാന്തരെ പാരണ വേണമപ്പോൾ ചതുർത്ഥം കറികളും കൂടെ നേരിച്ചിടണം. അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചന ബിംബം രണ്ടും വേറെ നിർമ്മിക്ക വേണം. സുവർണബിംബം മുഖ്യം വെള്ളിയെങ്കിലും കൊള്ളാം. സുവർണാംബരാഭരണാദികൾ ബഹുവിധം. ശുക്ലപുഷ്പങ്ങൾ കൊണ്ടു സുഗന്ധാദികൾ കൊണ്ടും ഭക്തവത്സലന്മാരെ പൂജിക്ക ദിനം പ്രതി. ദ്വാദശി വിപ്രന്മാരെ കുടുംബത്തോടും ഭക്ത്യാ പാദക്ഷാടനം ചെയ്തു പൂജിപ്പിക്കയും വേണം. ദക്ഷിണ യഥാശക്തി സംയതദാനം ചെയ്തു ലക്ഷ്മീശർ ഇവരെന്നും നിശ്ചയിക്കയും വേണം. ആവോളം അലങ്കാരത്തോടും പൂജിക്ക യഥാ ദേവീദേവന്മാരെയും ഭൂമിദേവന്മാരെയും. ശയ്യാദാനവും മുഖ്യവസ്ത്രം താമ്പൂലദാനം ചെയ്യണം. മറ്റും പല സുഖദാനങ്ങൾ നന്നായി. മാർഗശീർഷാദി മാസം 4 ഈ വണ്ണം തന്നെ രുക്മിണീ കൃഷ്ണന്മാരെന്നോർത്തു സേവിച്ചിടേണം. രക്തവർണമായി തന്നെ ധ്യാനം മാധവനപ്പോൾ രക്തവർണങ്ങളായ പുഷ്പങ്ങളർച്ചിക്കണം. ചൈത്രാദി മാസം 4 വരാഹമൂർത്തി തന്നെ നാത്രിയാകിയ ദേവി തന്നോടും കൂടി നിത്യം. ആഷാഢമാസേ ദ്വിതീയദിനെ സമർപ്പിക്ക ദോഷനാശന വ്രതഭേദങ്ങൾ ധരിക്കണീ. മുമ്പിനാൽ ചൊല്ലിയിടിന് പാരണദിനെ ഹോമം അമ്പേറും അഷ്ടാക്ഷരമന്ത്രേണ ചെയ്തിടേണം. വിഷ്ണു ഗായത്രി കൊണ്ടു പിന്നെയും മൂന്നാമതു വിഷ്ണു സേവയാ പുരുഷോത്തമ മന്ത്രം കൊണ്ടും. പായസം പഞ്ചാമൃതം ഘൃതപാചിതപവം പേയഭക്ഷ്യങ്ങൾ മറ്റും സാദരം നിവേദിക്കാം. താമ്രനിർമ്മിത ബിംബം ലക്ഷ്മീ കേശവന്മാർക്കും രുക്മിണീ കൃഷ്ണന്മാർക്കു കാഞ്ചനം കൊണ്ടുവേണം. വസുധാവരാഹ മൂർത്തികൾക്കു വെള്ളി തന്നാൽ വസുധാദിവാബിംബം ഇങ്ങനെ ധരിച്ചാലും. ദാനഭോജന ബഹുലേപന ഗന്ധങ്ങളാൽ മാനസ പ്രീതിക്കലംഭാവം ഭൂദേവന്മാർക്കോ വരുത്തി നിർമാല്യത്തെ ഭുജിച്ചു താനും പിന്നെ ധരിത്രീപനെ സന്ധ്യാവന്ദനം ചെയ്തു ശീഘ്രം. ശുദ്ധമായി വിരിച്ചോരു ശയ്യയിൽ ബിംബങ്ങളെ പ്രസ്താവിച്ചനന്തരം യചിക്കാവിധിപൂർവം. കാംസ്യഭാജനെ നിറച്ചപ്പവും നിവേദിച്ചു ചിൽസ്വരൂപികളാകും മൂർത്തികളിരുവർക്കും. സുഗന്ധീകര ചൂർണ വീടികാപൂകങ്ങളും സകലം നിവേദിച്ചു ദീപങ്ങൾ തെളിയിച്ചു. സ്തുതിച്ചു തിരുനാമകീർത്തനം ചെയ്തുകൊണ്ടും ഭജിക്ക ദേവന്മാരെ വത്സരമേവമെന്നാൽ. നിനച്ചതെല്ലാം സാധിച്ചിരുന്നു ചിരം ഭൂമൗ സുഖിച്ചു വൈകുണ്ഠത്തിലിരിക്കാം അവർക്കെന്നാൽ. ശ്രുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മതിമാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. ക്ഷത്രദാനത്തിൻ ഫലമരുൾ ചെയ്യണം എനിക്കിനി എത്രയും മോഹമതോ കേൾപ്പാനകതാരിൽ.
അതു കേട്ടരുൾ ചെയ്തു ശ്രുതദേവനും അവനോട്, അധുനാ കേൾക്ക പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ. അധ്യായം 10 ചൊന്നേനിനിയും കേൾക്ക പുരാശുദ്ധേറിയിടും കൃതായുഗമാം കാലത്തിൻ കഥ. ഇതി വൈശാഖമാഹാത്മ്യേ ദശമോऽധ്യായः. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ സൗരേ ദേവകീസുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.